നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കുറെ രൂപങ്ങളുടെ പേരുകളൊക്കെ അങ്ങനെ പറയാ. നേരത്തെ ആ വിഭൂതി യോഗത്തില് ഭഗവാൻ ആ വിഭൂതികളെ പരിചയപ്പെടുത്തിയല്ലോ. അതുമായിട്ട് ഇതിനു ബന്ധിപ്പിച്ച് കാണിക്കുകയാണ്. ആ വിഭൂതികളായിട്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്റെ രൂപങ്ങൾ, അത് വേറെ രൂപങ്ങളല്ല, അത് തന്നെയാണ്. അതിനെ ഇപ്പോ എന്നിൽ ഒന്നായി നിലനിൽക്കുന്നതായിട്ട് നിനക്ക് നേരിട്ട് പ്രകാശപൂർണമായിട്ട് മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷങ്ങളെയും എല്ലാം സൗന്ദര്യപൂർണമായിട്ട് ജ്ഞാനപൂർണമായിട്ട് പ്രകാശപൂർണമായിട്ട് ആനന്ദപൂർണമായിട്ട് നിനക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ വിഭൂതി യോഗത്തിൽ പറഞ്ഞതിന് ഇതാ നേരിട്ട് നമുക്കിതാ ഭഗവാന്റെ ശരീരത്തിൽ ഒന്നായി കാണിക്കുകയാണ്. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ. കണ്ടുകൊള്ളൂ, ആദിത്യന്മാരെ കണ്ടുകൊള്ളൂ. പശ്യ ആദിത്യാൻ, ആദിത്യന്മാരെ കണ്ടുകൊള്ളൂ. 12 ആദിത്യന്മാരെയും കണ്ടുകൊള്ളൂ. ഇതാ എന്റെ ശരീരത്തിൽ നിൽക്കുന്നു. ഈ ആദിത്യന്മാര് ദൂരെ എങ്ങുമില്ല, എന്നിൽ തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ ഇതാ തലയുണ്ട്, കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. ഇതെല്ലാം നമ്മിൽ നിന്നോട് ദൂരെയാണോ? കാലിന്റെ പെരുവരലും അതേപോലെ ഈ ഉച്ചയും നമ്മിൽ നിന്നിട്ട് ഒട്ടും ദൂരെയല്ല, നമ്മളോട് ഏറ്റവും അടുത്താണ്. പക്ഷെ അവിടെ നിന്ന് മാറി നിന്ന് നോക്കുന്ന ഉറുമ്പിന് തല അങ്ങ് വളരെ ദൂരെ, ആ പാദം വളരെ ദൂരെ. ഒരു ഉറുമ്പിന് അങ്ങനെ കാണാൻ പറ്റൂ. വേറൊരാൾക്ക് ഇതെല്ലാം അകലെ അകലെയായിട്ടേ കാണാൻ പറ്റൂ. വേറെ ആര് നോക്കിയാലും, ഉറുമ്പ് നോക്കിയാലും, പക്ഷി നോക്കിയാലും, മൃഗം നോക്കിയാലും നമ്മുടെ തല വളരെ ദൂരെ, പാദം വളരെ ദൂരെ. പർവ്വത്തെ നമ്മൾ നോക്കുമ്പോ പർവ്വതത്തിന്റെ ശിഖരം ഉണ്ടല്ലോ, ആ എവറസ്റ്റ്, ആ കൈലാസം, അതങ്ങ് വളരെ ഉയരത്തില്, അതിന്റെ ആ പർവ്വതത്തിന്റെ ചുവട് ഇങ്ങ് വളരെ താഴെ. അങ്ങനെയല്ലേ നമുക്ക് തോന്നുള്ളൂ. യഥാർത്ഥത്തില് ഹിമാലയ പർവ്വതത്തിന് ആ കൈലാസ ശിഖരവും അതിന്റെ ഈ സാനു പ്രദേശവും ദൂരങ്ങളിലാണോ? അല്ല. നമ്മുടെ ഈ ഉച്ചയും നമ്മുടെ ഈ ഉള്ളങ്കാലും നമുക്ക് ഏറ്റവും അടുത്ത് തന്നെയാണ്. കാരണം നാം തന്നെയാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ആദിത്യന്മാരും ഈ നക്ഷത്രങ്ങളും അതേപോലെ ഈ സമുദ്രവും അതേപോലെ ഈ പാതാളവും എല്ലാം ഒന്ന് തന്നെയാണ്, തന്നിൽ തന്നെയാണ്, ദൂരങ്ങളിലല്ല, ഒരൊറ്റ ബിന്ദുവിലാണ്. ഒരവസരത്തില് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരവസരത്തില് ഒരു അർദ്ധരാത്രിയില് സ്വാമിജിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുമായിട്ട് ആശ്രമത്തില് ഞങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും സ്വാമിജി ഒരു പ്രത്യേക ഘട്ടത്തിൽ പറഞ്ഞു, ഇടാ ദൂരങ്ങളൊന്നുമില്ലടാ, എല്ലാം നടക്കുന്ന ഒരൊറ്റ ബിന്ദുവിലാണ് എന്ന്. ഈ ലോകത്ത് ദൂരങ്ങളൊന്നുമില്ല. ഒരു പ്രത്യേക സംഭവം അപ്പോഴുണ്ടായി. അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, പറയാൻ നിൽക്കുന്നില്ല, സമയം പോകും. അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്, എടാ അവിടെ നടക്കുന്നത് എങ്ങനെയാ ഇവിടെ കണ്ടത്? ഇതാണ് ചോദ്യം. അവിടെ നടക്കുന്നത് എങ്ങനെയാ ഇവിടെ കണ്ടത്? എടാ ദൂരങ്ങളൊന്നുമില്ലടാ, എല്ലാം ഒരൊറ്റ ബിന്ദുവിലാണ്. അതാണ് പരമാത്മാവിന് സ്വാമി നിൽക്കുന്ന ആ തലത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ബിന്ദുവിലാണിട്ട്. ഭൂമിയുടെ മറുവശത്ത് നടക്കുന്നത് നമുക്ക് വളരെ ദൂരെയാണ്, വളരെ ദൂരെ. ഇന്നത്തെ വിമാനം ഉണ്ടായാൽ പോലും നമുക്ക് അവിടെ എത്താനായിട്ട് ദിവസങ്ങൾ വേണം. പക്ഷേ സർവത്ര നടന്നു നിൽക്കുന്ന പരമാത്മാവിന് ഇതെങ്ങും ദൂരെയല്ല, എല്ലാം ഒരൊറ്റ ബിന്ദുവിലാണ് നടക്കുന്നത്. അങ്ങനെയാണ് അത് ഭഗവാൻ ഇതാ പറഞ്ഞു, പശ്യ ആദിത്യാൻ, പശ്യാദിത്യാൻ, ആദിത്യന്മാരെ കണ്ടുകൊള്ളൂ, എല്ലാം എന്നിൽ ഇതാ നിൽക്കുന്നു, ഒരിടത്ത് നിൽക്കുന്നു. വസൂൻ, വസുക്കളെ, അഷ്ടവസുക്കളെ കണ്ടുകൊള്ളൂ. രുദ്രാൻ, രുദ്രന്മാരെ, ഏകാദശ രുദ്രന്മാരെ കണ്ടുകൊള്ളൂ. അശ്വിനോ, അശ്വിനി ദേവന്മാരെ കണ്ടുകൊള്ളൂ. മരുതസ്തഥ, മരുത്തുക്കളെ,
നീ കണ്ടുകൊള്ളൂ. ദേവന്മാര് അവരെ നീ കണ്ടുകൊള്ളൂ. പിന്നെയോ ബഹൂന്യ അദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. അദൃഷ്ടപൂർവാണി, മുമ്പ് നീ കണ്ടിട്ടില്ലാത്തത് ഒരുപാട് നിനക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ലോകത്തിലെ ഒരു അംശം മാത്രമേ കണ്ടിട്ടുള്ളൂ, അത്രേ നമുക്ക് പരിചയമുള്ളൂ. നമ്മൾ കാണാത്തതാണ് ഏറെ. നീ നേരത്തെ കണ്ടിട്ടില്ലാത്തതായ ബഹൂൻ, അനേകം പദാർത്ഥങ്ങളെ അല്ലയോ അർജുന നിനക്ക് കാണാൻ പറ്റും. ബഹൂന്യ അദൃഷ്ടപൂർവാണി പശ്യ ആശ്ചര്യാണി ഭാരത. അല്ലയോ ഭാരത അർജുന, ആശ്ചര്യാണി, നിനക്ക് ആശ്ചര്യം ഉണ്ടാക്കുകയെല്ലാം ഇതൊക്കെ ഉണ്ടായിരുന്നോ ഞാൻ പാർക്കുന്ന ഈ പ്രപഞ്ചത്തില് എന്ന് നിനക്ക് തോന്നും. നമ്മള് എന്താ അറിഞ്ഞിട്ടുള്ളത് ഈ ലോകത്തെ കുറിച്ച്? നമ്മൾ വളരെ കുറച്ച് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. സൂക്ഷ്മമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോഴും നമ്മൾ ഇതിന്റെ ഒരു അംശം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതൊക്കെ നീ അല്ലയോ അർജുന കണ്ടുകൊള്ളൂ. ഈ വിശ്വരൂപ ദർശനത്തില് ഭഗവത് അനുഗ്രഹത്താൽ ഇത് മുഴുവൻ കാണാൻ കഴിയും. ഈ ലോകത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് അന്വേഷിച്ച് നമ്മൾ നടന്നാൽ എത്ര ജന്മങ്ങൾ അന്വേഷിച്ചാലും അതിന്റെ ഒരു അംശം പോലും കണ്ടെത്താനാവില്ല. കാരണം അത്ര കണ്ട് വലുതാണ്. പക്ഷേ ഭഗവത് തലത്തിലേക്ക് നാം നമ്മുടെ സാധനകൾ കൊണ്ട് ഉയർന്നു ചെന്നു കഴിഞ്ഞാൽ, അതാണ് സ്വാമിജിയുടെ ആ വാക്യത്തിന് ആസ്പദം, ഉയർന്നു ചെന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒന്നായി കാണാം, ഒരൊറ്റ ബിന്ദുവിൽ കാണാം, തന്നിൽ തന്നെ അവരവരിൽ തന്നെ കാണാം. ആ ഭഗവാൻ ആരാണ്? തന്നിൽ നിന്ന് വേറെ ആരുമില്ല, താൻ തന്നെയാണ്. അങ്ങനെ ഇത് മുഴുവൻ ഒന്നായി ഒരിടത്ത് കാണാം. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, 7ാമത്തെ ശ്ലോകത്തില് ഇഹൈകസ്തം ജഗത് കൃത്സ്നം പശ്യാദ്യ സചരാചരം. അദ്യ ഇപ്പോൾ കൃത്സ്നം ജഗത്, ഈ ലോകത്തെ മുഴുവൻ, ഇഹ ഇവിടെ ഒരിടത്ത്, ഏകസ്തം ഒരിടത്ത് നിലനിൽക്കുന്നതായിട്ട്, പശ്യ അല്ലയോ അർജുന നീ കണ്ടുകൊള്ളൂ. ഈ പ്രപഞ്ചം മുഴുവൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, ആ ബ്രഹ്മാണ്ടങ്ങളിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങൾ ഇത് മുഴുവൻ ഒന്നായി ഒരിടത്ത് ഈ എന്നിൽ നിലനിൽക്കുന്ന നീ കണ്ടുകൊള്ളൂ. ഇവിടെ അർജുനൻ ഭഗവാനെ കാണുകയാണ്, ഭഗവാനെ വിശ്വരൂപമായിട്ട് കാണുകയാണ്. അങ്ങനെ അർജുനൻ ഭഗവാനിൽ ഇതെല്ലാം കാണുന്നു. ഇനി ഈ സാധനയുടെ പൂർണ്ണതയിലെത്തുമ്പോഴോ താനും ഭഗവാനും രണ്ടല്ല എന്നുള്ള അവസ്ഥ വരും, ഒന്ന് തന്നെയാണ് എന്നുള്ള അവസ്ഥ വരും. ആ അവസ്ഥയിൽ എത്തുമ്പോഴേക്ക് ഇത് മുഴുവൻ തന്നിൽ നിലനിൽക്കുന്നു എന്ന് അനുഭവിച്ചറിയുകയും ചെയ്യും. അതാണ് നീ പശ്യ, നീ കണ്ടുകൊള്ളൂ. ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്, അഥവാ നമുക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇഹൈകസ്തം ജഗത് കൃത്സ്നം പശ്യാദ്യ സചരാചരം. സചരാചരം, ചലിക്കുന്നവയോടൊപ്പം ചലിക്കാത്തവയോടൊപ്പം. ഈ ലോകത്തില് 2 തരത്തിലുള്ള പദാർത്ഥങ്ങളും ഉണ്ടല്ലോ, 2 കൂട്ടത്തിലും ജീവനുള്ളവയുണ്ട്, ജീവനില്ലാത്തവയുണ്ട്. അങ്ങനെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത പദാർത്ഥങ്ങളും ഒരുമിച്ച് ഒന്നുപോലും വിടാതെ കൃത്സ്നം സമ്പൂർണമായിട്ടും ഒരിടത്ത് ഏകസ്ഥാനത്ത് ഒരൊറ്റ ബിന്ദുവിൽ നിലനിൽക്കുന്നതായിട്ട് അല്ലയോ അർജുന നീ കണ്ടുകൊള്ളൂ. എവിടെ? മമ ദേഹേ ഗുഡാകേശ. അല്ലയോ അർജുന ഗുഡാകേശ, എന്റെ ദേഹത്തിൽ നീ ഇതെല്ലാം നിലനിൽക്കുന്നത് നേരിട്ട് കണ്ടുകൊള്ളൂ. യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. അല്ലയോ അർജുന പിന്നെ വേറെ എന്തൊക്കെയാണോ നീ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്? നിന്റെ ഭാവനയ്ക്കനുസരിച്ച് എന്തൊക്കെ നീ കാണാൻ ആഗ്രഹിക്കുന്നു അത് നിനക്കൂടെ കാണാൻ കഴിയും. നമ്മുടെ ഭാവന എത്രയൊക്കെ ഉയർന്നു പറഞ്ഞാലും ഭഗവാന്റെ ഉള്ളിൽ ഉള്ളതായ കാര്യങ്ങളെ മാത്രമേ ആ ഭാവനയ്ക്ക് സ്പർശിക്കാൻ പറ്റൂ. ഭഗവാന്റെ ഉള്ളിലുള്ള കാര്യങ്ങളിൽ വളരെ കുറച്ച് എണ്ണം, 1ഓ 2ഓ എണ്ണം, വിരൽ എണ്ണാവുന്നവ മാത്രമേ നമ്മുടെ ഭാവനയ്ക്ക് വിധേയമാകുന്നുള്ളൂ. എന്റെ ഭാവന കൊണ്ട് ഞാൻ അത് കണ്ടുപിടിച്ചു, ഇത് കണ്ടുപിടിച്ചു, ഒന്നും പുതുതായി കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാം ഭഗവാനിലുള്ളത്. തന്റെ ഭാവന കൊണ്ട് അതിൻ്റെ ഒരു അംശം, ഭഗവാന്റെ ഒരു അംശം തിരിച്ചറിഞ്ഞു, അത്രയും നല്ലത് തന്നെ. പക്ഷെ അത് തിരിച്ചറിഞ്ഞു, അത്രയേ ഉള്ളൂ. ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് വസ്തുത. അതാണ് ഇത് മുഴുവൻ എന്നിൽ നിലനിൽക്കുന്നതായിട്ട് അല്ലയോ അർജുന നീ കണ്ടുകൊള്ളൂ. ഇങ്ങനെ കാണണമെങ്കിലോ, ഇത് മുഴുവൻ ഭഗവാനിൽ നിലനിൽക്കുന്നതായിട്ട് ഒരൊറ്റ സ്ഥാനത്ത് നിലനിൽക്കുന്നതായിട്ട് കാണണമെങ്കിലോ അതിന് പറ്റിയതായ കണ്ണു വേണം. ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല.
അതാണ് നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷ. അല്ലയോ അർജുന, കണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പ്രകാരത്തില് കാണാൻ പറ്റൂല. നശക്യസേ ദ്രഷ്ടും, കാണാൻ സാധ്യമല്ല. അത് കാണണമെങ്കിൽ അത് മുഴുവൻ ഇങ്ങനെ ഒരിടത്ത് നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റിയതായ ആ സൂക്ഷ്മ മണ്ഡലങ്ങളിൽ എത്തിപ്പെടുന്നതായ കണ്ണ് വേണം. ആ കണ്ണ് ഞാൻ തരാം. ദിവ്യം ദദാമി തേ ചക്ഷുഃ, നിനക്ക് ദിവ്യമായിരിക്കുന്ന കണ്ണ്. ഇത് ഭൗമമായ കണ്ണ, ഈ ഭൂമണ്ഡലത്തിലുള്ള കണ്ണ്. എന്താ? പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായ കണ്ണാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വേറൊരു കണ്ണുണ്ട്, അപഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായ കണ്ണ്, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗം. അതിന് ഈ ബാഹ്യലോകവുമായിട്ട് ബന്ധപ്പെടാൻ ഉള്ള ഒരു ഉപകരണം മാത്രമാണ് ഈ പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായ കണ്ണ്. ഇത് രണ്ടും കൊണ്ടും മാത്രം കാണാൻ പറ്റില്ല. അപഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായ കണ്ണുകൊണ്ട് നമ്മൾ സ്വപ്നം കാണും. സ്വപ്നവും അപഞ്ചീകൃത മണ്ഡലത്തിലുള്ളതാണ്, പഞ്ചഭൂത മണ്ഡലത്തിലുള്ളതാണ്. അപഞ്ചീകൃത പഞ്ചഭൂത മണ്ഡലം അവിടെ ഉള്ളതാണ്. അവിടെ അല്ല ഭഗവാൻ. ഭഗവാൻ അതിനൊക്കെ അപ്പുറം എത്രയോ ഉള്ളിൽ, അതിനപ്പുറം അഹങ്കാരതത്വം. അപഞ്ചീകൃത പഞ്ചഭൂത മണ്ഡലത്തിനപ്പുറം അഹങ്കാരതത്വം, അതിനപ്പുറം മഹത്തത്വം, അതിനപ്പുറം മൂലപ്രകൃതി. മൂലപ്രകൃതിക്കപ്പുറമാണ് ഭഗവാൻ. എത്ര സൂക്ഷ്മതലം നമ്മുടെ ഉള്ളില്. വേറെ ദൂരമൊന്നുമില്ല, ദൂരങ്ങളൊന്നുമില്ല. സ്വാമി പറഞ്ഞു, ദൂരമൊന്നുമില്ലടോ, ഒറ്റ ബിന്ദുവിൽ മാത്രം. അതെവിടാ? ആ ബിന്ദു നമ്മിലാണ്. നമ്മൾ ഇവിടെ നിന്നിട്ട് ഭഗവാൻ എങ്ങും അകലെയല്ല. ഭഗവാൻ അന്വേഷിച്ച് എങ്ങും ഓടേണ്ട കാര്യമില്ല. ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ ആഗ്രഹിച്ചു എന്റെ ഗുരുനാഥൻ. നിങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനാണ് അദ്ദേഹം, ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ. അദ്ദേഹത്തിന്റെ BA പഠനം കഴിഞ്ഞു. അപ്പോഴേക്കും ഹിമാലയത്തിൽ പോകാൻ ബാല്യത്തിലുള്ള ആഗ്രഹമാണ്. അപ്പൊ ഇനി പോകാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. രഹസ്യമായിട്ട്. അമ്മ അറിഞ്ഞാൽ സമ്മതിക്കൂല. വേറെ ആരെങ്കിലും അറിഞ്ഞാൽ അവിടെ അമ്മ അറിയും, സമ്മതിക്കത്തില്ല. അതുകൊണ്ട് രഹസ്യമായിട്ട് പോകാൻ തീരുമാനിച്ചു. ട്രെയിനിൽ പോകാനായിട്ട് ട്രെയിനൊക്കെ ബുക്ക് ചെയ്തു. ഒരു ദിവസം രാത്രി ഇവിടുന്ന് പുറപ്പെടുന്ന ട്രെയിൻ, അന്ന് ഇന്നത്തെ വേഗതയുള്ള ട്രെയിനൊന്നും ഇല്ല, എത്ര വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ട്രെയിനെല്ലാം ബുക്ക് ചെയ്തൊക്കെ റെഡിയായി. അങ്ങനെ പോകേണ്ടതിന്റെ തലേ ദിവസം അമ്മ പരിഭ്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതി തന്റെ മേശവലിപ്പിനകത്തും വെച്ചു. ഞാനിങ്ങനെ ഹിമാലയത്തിലേക്ക് പോവാണ്, അമ്മ വിഷമിക്കരുത് എന്ന് ഒരു കത്ത് എഴുതി അവിടെ വെച്ചു. തന്നെ കാണാൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും അന്വേഷിക്കുമ്പോൾ ആദ്യം മുറിയെല്ലാം നോക്കും, മേശ പുസ്തകങ്ങളൊക്കെ നോക്കും. അപ്പോഴേക്കും ഇത് കിട്ടും. അതിന് വേണ്ടിയിട്ട് മേശ തുറന്നാൽ അവിടെ കാണത്തക്ക രീതിയിൽ അതും വെച്ചു. അങ്ങനെ അടുത്ത ദിവസം രാത്രിയാണ് പോകുന്നത്. അപ്പോഴുണ്ട് വൈകുന്നേരം ഒരാൾ സൈക്കിളിൽ അവിടെ വരുന്നു. വന്നിട്ട് പറഞ്ഞു, സ്വാമി വിളിക്കുന്നു, ആശ്രമത്തിലേക്ക് വരണം എന്ന്. നീലകണ്ഠ ഗുരുവാതിര് തൻ്റെ ആശ്രമത്തിൽ വന്ന് വേണ്ടത് കാര്യങ്ങളൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുന്ന, പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന കരിമ്പുള്ള സോമശേഖരൻ നായരോട് പറഞ്ഞു, നീ അവിടെ പണിമൂല ക്ഷേത്രത്തിന്റെ അടുത്ത് അവിടെ ആ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. അവിടെ ചെല്ലണം, മംഗലത്ത് ഭവനം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ നടയിൽ നീ ചെല്ലുമ്പോഴേക്കും ഇന്ന രൂപത്തിൽ ഒരു പയ്യൻ നിൽക്കുന്നതാണ്. അവനോട് പറയണം ഞാൻ വിളിക്കുന്നു, വേഗം ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ഇദ്ദേഹം നേരെ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീടിന്റെ മുമ്പിൽ ഇദ്ദേഹം നിൽപ്പുണ്ട്. ശേഖരൻ നായർ എന്നാണ് പൂർവാശ്രമത്തിലെ അദ്ദേഹത്തിന്റെ പേര്. അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. അകത്ത് ചെന്ന് അമ്മയോട് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചു, ആശ്രമത്തിൽ പോയിട്ട് വരാമെന്ന്.